വിവിധ ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അതില് ക്ലസ്റ്റർ എ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാലോ സിസ്റ്റർ? അപ്പൻ്റെ ആൽക്കഹോളിസത്തെയും അപ്പനെയും രണ്ടായിട്ട് കാണണം. കരുണയുള്ള, സ്നേഹമുള്ള, അധ്വാനിക്കുന്ന അപ്പനെന്ന് പറഞ്ഞാൽ അതാ അപ്പന നോട്ട് ഈക്വൽ ടു ആൽക്കഹോൾ. പാരന്റ്സ് ഒക്കെ ചെറുപ്പത്തിൽ തന്നെ ഇപ്പൊ ഒരു 3 കുട്ടികളുണ്ടെങ്കിൽ അധികം സംസാരിക്കാത്ത ആളൊക്കെ അങ്ങനെ തന്നെ ലേബിൾ ചെയ്യും. അവൻ പണ്ടുതൊട്ടേ അങ്ങനെ തന്നെയാണ്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളവരെല്ലാം പരിക്കേറ്റവരാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എമ്പതി കാണിക്കാൻ പറ്റും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. എമ്പതി എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ഇൻ ടു അതേഴ്സ് ഷൂസ് എന്നാണ്. ഒപ്പത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്താന്ന് കണ്ടു. ഓക്കെ, അതെങ്ങനെ ഒരു മനുഷ്യനെ അഫക്റ്റ് ചെയ്യുന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ അതിന്റെ വിവിധ ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അതില് ക്ലസ്റ്റർ എ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാലോ സിസ്റ്റർ? അപ്പം ഏതൊക്കെയാണ് സിസ്റ്റർ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ക്ലസ്റ്റർ എ കാറ്റഗറിയിൽ വരുന്നത്? ക്ലസ്റ്റർ എയിൽ വരുന്നതാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഓക്കെ, പാരനോയിഡ്, സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, സ്കിസോറ്റിപ്പൽ, ആ 3 ക്ലസ്റ്റർ എയിൽ വരുന്നത്. അതിനെ ക്ലസ്റ്റർ എ പെടുത്താൻ ഒരു കാരണം സൈക്കോളജിസ്റ്റുകൾ അതൊരു ഓഡായിട്ടുള്ള അല്ലെങ്കിൽ വിചിത്രമായ, എക്സെൻട്രിക് ആയിട്ടുള്ള, അത് സ്വാഭാവികമല്ലാത്ത ചില രീതിയിലുള്ള ചിന്തകളും പെരുമാറ്റങ്ങളും ഒക്കെ കാണിക്കുന്നത് കൊണ്ടാണ് ആ 3 ഡിസോർഡേഴ്സിനെ ഒരു ഗണത്തിൽപ്പെടുത്തിയേക്കുന്നത്. ഇപ്പൊ പാരനോയിഡ് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമാണ്. മറ്റുള്ളവരെ സസ്പീഷ്യസ് ആയിരിക്കും, സംശയം. അവര് എനിക്ക് ഹാനികരമായിട്ടായിരിക്കും അത് ചെയ്തേ, എന്നെ സഹായിക്കാനാണോ ചെയ്തേ അതോ എന്നെ ഉപദ്രവിക്കാനായിട്ടായിരിക്കുമോ? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് പാർട്ട്ണറിനെ ആണെങ്കിലും അത്ര വിശ്വസിക്കാൻ പറ്റത്തില്ല. എനിക്ക് തരുന്ന ഫുഡും എന്നെ മറ്റുള്ളവർ വാച്ച് ചെയ്യുന്നുണ്ടോ, എല്ലാവരും എന്നെ വീക്ഷിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള് ഈ പാരനോയിഡിന്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതിനെ ഇത്തിരി വിശാലമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് നമ്മുടെ സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സ് അല്ലെങ്കിൽ അതെ, അയൽക്കാർ എനിക്ക് ഹാനികരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു. ഇപ്പൊ നമ്മൾ സാധാരണ ജനം പറയാറുണ്ട്, അവരെന്നെ ഹാനികരമായിട്ട് കൂടോത്രം ചെയ്തു, മന്ത്രവാദം ചെയ്തു, നശിപ്പിക്കാനായിട്ട് ഇന്നത് ചെയ്തു. ഉദാഹരണത്തിന് ഒരു കടബാധ്യത. അപ്പൊ എൻ്റെ ഒരു വിവേകമില്ലാത്ത പണം ഉപയോഗിക്കുന്നതിലുള്ള എൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും എനിക്ക് വളരെയധികം കടം ഉണ്ടായത്. അല്ലെ, പണമിടപാടിൽ എനിക്കുള്ള ഒരു അറിവുറവായിരിക്കാം. പക്ഷെ എനിക്ക് ആ സമയത്ത് എൻ്റെ കുട്ടിക്ക് രോഗം വന്നു, പിന്നെ എൻ്റെ അയൽക്കാരുമായിട്ട് എനിക്ക് പിണക്കമുണ്ട്. അപ്പൊ എൻ്റെ അയൽക്കാര് എന്നോട് സ്നേഹമല്ല, അപ്പൊ എനിക്ക് ഹാനികരമായിട്ട് അവർ ചെയ്തു. എൻ്റെ വീട്ടുകാർ അല്ലെ കുടുംബക്കാർ ആരെങ്കിലും നമ്മൾ കണ്ടുപിടിക്കുക, അതിനൊക്കെ ഒരു റീസൺ, ഒരു എസ്കേപ്പിസം ആണല്ലോ, ഒരു ഡിഫൻസ് മെക്കാനിസോടെ എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഡിഫൻസും കൂടിയാണ്. അപ്പോൾ എനിക്ക് പാരനോയിഡ് ആയിട്ടുള്ള ട്രൈറ്റ്സ് ഉണ്ട് എനിക്ക് വിശ്വസിക്കാൻ. അതിന് കാരണം നമുക്ക് പറയാം, അതായത് ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന ട്രോമ, അല്ലെങ്കിൽ നമ്മളുടെ പേരന്റിങ്ങില് നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള പേരന്റിങ് അല്ല കിട്ടിയിരിക്കുന്നത്. ചില സമയത്ത് നമുക്ക് ഭയങ്കര സ്നേഹം, ഹാർഷ് ഡിസിപ്ലിൻ അല്ലാത്ത സമയത്ത് ഇമോഷണൽ നെഗ്ലക്റ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ആ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. എനിക്ക് ചെറുപ്പകാലം തൊട്ട് ശരിക്കും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ആരെയും. എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിൽ പറയുന്നുണ്ടല്ലോ, ഒരു വയസ്സ് വരെ കുട്ടി വളരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ട ബേസിക് ആയിട്ടുള്ള ഇത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. അപ്പം എൻ്റെ പേരന്റ് സ്റ്റേബിൾ ആയിട്ട് എനിക്ക് കെയർ തരുന്നു. ഞാൻ കരയുമ്പോൾ അത് ഭക്ഷണം കഴിക്കാനാണോ, അപ്പിയിടാനാണോ, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങാനാണോ കരയുന്നതെന്ന് എൻ്റെ അമ്മയ്ക്കും അപ്പനും അറിയാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് അവരെന്നെ കെയർ ചെയ്യുക. അപ്പൊ ആ സ്റ്റേബിൾ ആയിട്ടുള്ള കെയർ തരുമ്പോഴാണ് എന്നിൽ ആ നല്ല ട്രസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ആ ട്രസ്റ്റിലുള്ള വീഴ്ചകള്
പല രീതിയിലാണല്ലോ അഫക്റ്റ് ചെയ്യുന്നത് കുട്ടിയെ. ഓക്കെ. അപ്പോൾ ആ സ്റ്റേജിൽ ആ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന മിസ്ട്രസ്റ്റ് അടുത്ത സ്റ്റേജിലെ അത് ബാധിക്കും എന്നാണല്ലോ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ ചെറുപ്പകാലത്ത് ഈ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എൻ്റെ സ്നേഹമുള്ള അപ്പൻ അമ്മ എന്നെ കെയർ ചെയ്തപ്പോൾ എന്നെ ഹാർഷായിട്ടുള്ള പണിഷ്മെന്റ്, അത് അബ്യൂസീവ് ആയിരുന്നായിരിക്കാം. അതെല്ലാം ഈ പാരനോയിഡ് പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റിൽ ഉണ്ടാവുന്ന സ്വാധീനങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഈ മേഖലയിൽ ഒന്നും ഒരു ഹെൽപ്പ് കിട്ടാതെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിലെ തകർച്ചകളെ എല്ലാം ഞാൻ മനസ്സിലാക്കുന്ന രീതി ഒന്നിനോട് കണക്ട് ചെയ്യുക. അപ്പൊ അതിൻ്റെ അകത്ത് എൻ്റെ ബന്ധുക്കൾ വരാം, എൻ്റെ ഭാര്യ വരാം, എൻ്റെ അയൽക്കാർ വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരൊക്കെ എന്നെ ഹാം ചെയ്യാൻ വേണ്ടി എന്തോ ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ വന്നതെന്ന്. അപ്പൊ അത് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഒരു ഭാഗം. എല്ലാവരോടും ഒരു അകൽച്ച, അകന്നു നിൽക്കുന്ന ഒരു സ്വഭാവ പ്രകൃതി. അകൽച്ചയേക്കാൾ ഉപരി സംശയം. എനിക്ക് വിശ്വാസമില്ല ഇവരെന്നെ വാച്ച് ചെയ്യുന്നുണ്ടോ. പാരനോയിഡ് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് എപ്പോഴും മറ്റുള്ളവരെന്നെ വീക്ഷിക്കുന്നുണ്ടോ, മറ്റുള്ളവരെനിക്ക് ഹാനികരമായിട്ടുള്ളതാണോ ചെയ്യുന്നതെന്നുള്ള ഒരു ഡിസ്ട്രസ് ആണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്കത് കാണാൻ പറ്റും അല്ലേ, ഇല്ലേ? ധാരാളമായിട്ട് അത് പറയാറുണ്ട്. ഇനി അങ്ങനെയുള്ളവരില് ഇപ്പൊ നമ്മളൊരു ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്ന് നമ്മുടെ പ്രമാണങ്ങളിൽ എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സിലേക്ക് പോകുമ്പോൾ ഇപ്പൊ ഒരാൾ പറയാണ് ഇന്നടത്ത് പോയാൽ അതിനെതിരെ വേറെ കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ പോകുന്നത് കൗൺസിലിങ്ങിലൊക്കെ ഉള്ള അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒന്നാം പ്രമാണങ്ങൾ ലംഘിക്കപ്പെടുക. അപ്പൊ തമ്പുരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിന് ആഭിചാരം ഏൽക്കുകയില്ല, ക്ഷുദ്രവിദ്യ ഫലിക്കത്തില്ല, അല്ലെ, അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല. അപ്പോൾ നമ്മൾ ആ വചനത്തെ മുറുകെ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈവിളായി അല്ലെങ്കിൽ അവരെനിക്ക് എതിരെ ഇത് ചെയ്തു എന്നുള്ളതല്ലല്ലോ നമ്മൾ വിശ്വസിക്കേണ്ടേ. അപ്പം നമ്മുടെ വ്യക്തിത്വത്തിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങനെ വിശ്വസിക്കുകയും മറ്റു വിശ്വാസങ്ങളുടെ പുറകെ പോവുകയും ഒക്കെ ചെയ്ത് നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ നമ്മുടെ കൽപ്പനകളും പ്രമാണങ്ങളും ലംഘിക്കുന്ന ഒരു രീതിയൊക്കെ കാണാറുണ്ട്. ഒരു കൗൺസിലർ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു സിസ്റ്റർ? എങ്ങനെയാണ് അത്? കൗൺസിലിങ്ങിന് ഇവർ തയ്യാറാകുവാണെങ്കിൽ പലപ്പോഴും നമുക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലോ ഇതിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചൈൽഡ്ഹുഡിൽ എന്താണ് സംഭവിച്ചത് പല സെഷനുകളായിട്ട് ഇവർ ഓപ്പൺ ആയിട്ട് നമ്മൾ ആ കൗൺസിലിങ്ങിലെ നമുക്കും അവർക്കുള്ള ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കോൺഫിഡൻഷ്യൽ ആയിട്ട് എമ്പതിയോടെ അവരെ കേട്ട് അവരെ വാലിഡേറ്റ് ചെയ്ത് പതുക്കെ അവരുടെ ചൈൽഡ്ഹുഡൊക്കെ മനസ്സിലാക്കി എവിടെയാണ് ഈ ഒരു ട്രസ്റ്റ് ചെയ്യാൻ മേലാത്ത അത് ഫാദറാകാം, മദറാകാം, അല്ലെങ്കിൽ അവരെ കെയർ ഗിവർ ആരാണോ അവരിൽ നിന്നുണ്ടായതാണോ, അറ്റാച്ച്മെന്റിലെ പരുക്കാണോ, അതൊക്കെ മനസ്സിലാക്കി അവരെ സഹായിക്കാനായിട്ട് പറ്റും. ട്രോമ അതെ, അത് നമ്മൾ പറഞ്ഞതുപോലെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉണ്ടോ, അപ്പം അതായത് ഇതിന് എവിഡൻസ് ഇല്ലല്ലോ ഇവരത് ഹാം ചെയ്തത്. അപ്പൊ എല്ലാരെയും അങ്ങനെ ട്രസ്റ്റ് ഇല്ലാത്തയാണോ, അപ്പൊ അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിലും അങ്ങനെ ആയിരിക്കാം. ദൈവം എനിക്ക് നമ്മൾ ചോദിക്കാറില്ലേ, ദൈവം എന്തിനാ ഇങ്ങനെ വരുത്തിയേ, എന്നെ മാത്രം എന്തിനാ ദൈവം ശിക്ഷിക്കുന്നേ. അപ്പൊ തമ്പുരാനി പോലും നമുക്കൊരു അൺകണ്ടീഷണൽ ആയിട്ടല്ലേ ഭയങ്കരമായിട്ടൊരു ട്രസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണുമല്ലോ. അപ്പൊ അവിടെ അവരുടെ വിശ്വാസത്തെ അത് ബാധിക്കാം. എല്ലാ മേഖലകളിലും ഇത് സ്വാധീനിക്കുന്നുണ്ടല്ലേ? ആത്മീയ മേഖലകളിലും മാനസിക മേഖലകളിലെല്ലാം ഇത് ബാധിക്കാം. നിർബന്ധമായിട്ടും ഇതിനൊരു കൗൺസിലിംഗ് സപ്പോർട്ട് ആവശ്യമാണല്ലേ? തീർച്ചയായിട്ടും. അതിപ്പോ നമ്മുടെ ഒരു കൾച്ചറൽ പ്രശ്നമായിട്ട് ഇത് മാറുന്നുണ്ട്. കാരണം ഇത് നമ്മള് ഞാൻ പറഞ്ഞതുപോലെ കുട്ടികളിലേക്കും ഒക്കെ ഇതേ ഇങ്ങനെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി മറ്റുള്ളവർ ഹാം ചെയ്യുവാണെന്ന് എനിക്കെതിരെ എന്തോ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ബോധ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥയും കൂടെ. അപ്പൊ അതൊരു ഇപ്പൊ നമ്മൾ മീഡിയയിലും പത്രങ്ങളിലും ഒക്കെ കാണാറുണ്ടല്ലോ ഈ ഒരു മേഖലയിൽ ഒത്തിരി തെറ്റുകളും പിന്നെ ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. അപ്പൊ അതിനൊക്കെ ഇത് ഈ അവയർനെസ് എനിക്ക് തോന്നുന്നു പല കൊലപാതകങ്ങളുടെയും പുറകിലേക്ക് പോകുമ്പോഴും
അതെ. ഈ ഒരു പാരനോയിഡ് സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സ് ഒക്കെ ഉണ്ട്. അതിങ്ങനെ ചെയ്താൽ എനിക്ക് എൻ്റെ ശത്രുക്കളെ കളയാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു, അതൊക്കെ ഒത്തിരി തിന്മകളും അങ്ങനെയുണ്ട്. പക്ഷെ നമ്മളോട് ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ, ബൈബിളിലെ വചനം എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വിശ്വാസത്തിന്റെ ആഴത്തിൽ നിൽക്കുമ്പോൾ നമുക്ക്, അതുകൊണ്ടാണ് പറഞ്ഞത് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് പോകുന്നവർക്ക് ആത്മീയമായിട്ടുള്ള സഹായവും സൈക്കോളജിക്കലായിട്ടുള്ള സഹായവും ആവശ്യമാണ്. ഓക്കെ സിസ്റ്റർ, ഇതുപോലെ തന്നെ ഈ ക്ലസ്റ്റർ എ പേഴ്സണാലിറ്റിയിൽ വരുന്ന ഒരു അടുത്ത ടൈപ്പ് ഒരു ഡിസോർഡർ ആണല്ലോ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതിനെ കുറിച്ചൊന്ന് പറയാമോ സിസ്റ്റർ? സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. ആരോടും ഒരു ബന്ധം പുലർത്താനായിട്ട് ഇഷ്ടമല്ല. അവർക്ക് ഏകാഗിയായിട്ടിരിക്കണം. അവർക്ക് അതാ താല്പര്യം. അവർക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പേ താല്പര്യം ഇല്ല. അതാ സ്കിസോയിഡ്. അപ്പൊ ഐസൊലേഷൻ ഇഷ്ടപ്പെടുക. അപ്പൊ അത് ചെറിയ പ്രായത്തിൽ തൊട്ടേ കാണാൻ പറ്റും സ്കിസോയിഡ് പേഴ്സണാലിറ്റിയിൽ ഉള്ള ഒരു കുട്ടിയാണോ. പിന്നെ ഇന്നിപ്പം മീഡിയയുടെ അതിപ്രസരം, ഇപ്പൊ ഫോൺ എടുക്കുന്നു, റൂമിൽ തന്നെ ഇരിക്കുന്നു, അല്ലെ? അങ്ങനെ കുട്ടികളിൽ അങ്ങനെ ഒരു ശീലം തന്നെ ആയിട്ടുണ്ട്. അപ്പൊ അത് പേരൻസ് ആണല്ലോ അത് നോക്കേണ്ടത്. എത്ര നേരം ഫോൺ കൊടുക്കണം കൊച്ചിലേ തൊട്ട്. അങ്ങനെ ഒരു അവർക്ക് ചെറുപ്പകാലങ്ങളിലുള്ള ഒറ്റപ്പെടല്, ഒറ്റപ്പെടലെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ഒറ്റപ്പെടാനാണ് താല്പര്യം. അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. ആരോടും ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് താല്പര്യമില്ലായ്മയാണ് സ്കിസോയിഡ് പേഴ്സണാലിറ്റിയിൽ. അതേസമയം സ്കിസോറ്റിപ്പൽ പേഴ്സണാലിറ്റിക്കാർക്ക് അവർക്ക് റിലേഷൻഷിപ്പ് വേണം. പക്ഷെ അവർക്ക് അമിതമായ ഉത്കണ്ഠയും ബുദ്ധിമുട്ടും, ആ ബന്ധം കൊണ്ടുപോകാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും ആ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക്. അപ്പൊ ഈ രണ്ട് ഡിസോർഡറുകളെ നമുക്ക് കാണാൻ പറ്റും. സ്കിസോറ്റിപ്പൽ എന്ന് പറയുമ്പം അത് നമ്മൾ ആ പേര് ഉപയോഗിക്കുന്നു ഇതിനെ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാനെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒറ്റയ്ക്ക് ഇപ്പൊ അങ്ങനെയുള്ള ഒരു മാരേജ് നമ്മുടെ കൗൺസിലിംഗ് സെഷനിൽ മനസ്സിലായതാണ്. ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ്, നാളുകൾ കഴിഞ്ഞപ്പോൾ, 1 വർഷത്തോളം ആയപ്പോഴാണ് അങ്ങനെ മനസ്സിലാവുന്നത്. ഈ പേര് ടേം പറയാൻ അറിയില്ലെങ്കിലും അദ്ദേഹം ഒരു ഇന്റിമസി ഇല്ല, ഒട്ടും സംസാരിക്കുന്നില്ല. അപ്പൊ ആദ്യം തുടക്കത്തിലേ തോന്നിയത് മിണ്ടുമായിരിക്കും. അത് വീട്ടുകാർക്കും അത് ഇതാന്ന് മനസ്സിലായിട്ടില്ല. ഇതൊരു പ്രോബ്ലം ആണ്, ഹെൽപ്പ് കൊടുക്കേണ്ടതായിട്ട് മനസ്സിലാവാതെ വിവാഹത്തിലേക്ക് കടന്ന്, അപ്പൊ പെൺകുട്ടി എന്നോട് ഷെയർ ചെയ്തത്. ഇപ്പൊ അത് ഡിവോഴ്സായി. അപ്പൊ അത് ആ വ്യക്തിക്ക് ശരിക്കും ഹെൽപ്പ് വേണം. ഇങ്ങനെ ഒരു ഡിസോർഡർ ആയിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടതെന്നും അത് എന്തുകൊണ്ടാണ് ആ ഏകാന്തതയെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നതെന്നും ഒക്കെ ഉള്ളതിലേക്ക് പോകുമ്പോഴാണല്ലോ ചൈൽഡ്ഹുഡ് ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. പലപ്പോഴും പാരന്റ്സ് ഒക്കെ ചെറുപ്പത്തിൽ തന്നെ, ഇപ്പൊ ഒരു 3 കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ അധികം സംസാരിക്കാത്ത ആളൊക്കെ അങ്ങനെ തന്നെ ലേബിൾ ചെയ്യും. അവൻ പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ. ആ ഒരു പ്രോബ്ലം കാണുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് ഇത്രയും നമുക്കൊന്ന് ഒട്ടും സംസാരിക്കാത്തത്, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഏകാന്തത ഇഷ്ടപ്പെടുന്നത്? അതൊക്കെ നമ്മൾ കൊച്ചിലെ നമ്മൾ കുട്ടികളോട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്ത് കുട്ടി എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നത്? അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടല്ലോ. അല്ലാതെ കുട്ടി കൂട്ടുകാരും ഇല്ല, എപ്പോഴും ഒറ്റയ്ക്ക, സ്കൂളിലും ഒറ്റയ്ക്ക, ഫ്രണ്ട്സ് ആരും ഇല്ല, വീട്ടിൽ വന്നാലും അവന് വലിയ അടുപ്പമൊന്നുമില്ല, ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പൊ അതൊരു പ്രോബ്ലം ആണ്. ഇപ്പം നമ്മുടെ ഈ സൊസൈറ്റി ആയിട്ട് ഇടപഴകാൻ പറ്റാത്തതിന്റെ ഒരു വലിയൊരു പ്രശ്നം ഈ ഒരു വ്യക്തികൾക്ക് കാണുന്നുണ്ടല്ലോ. അതെ, ഇപ്പൊ സ്കിസോറ്റിപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലും കാണാൻ പറ്റും സോഷ്യൽ ആങ്സൈറ്റി, അല്ലെങ്കിൽ ആ ഒരു അത് അങ്ങനെയുള്ളവർക്ക് ആഗ്രഹമുണ്ട് ബന്ധം സ്ഥാപിക്കണമെന്ന്, പക്ഷെ അവർക്ക് പറ്റുന്നില്ല. അപ്പൊ അവർക്കൊരു മാജിക്കൽ തിങ്കിങ് ഒക്കെ ഉണ്ട്, അവരുടെ ചിന്തയിലും കുറെ പ്രശ്നങ്ങൾ കാണും. പക്ഷെ സ്കിസോയിഡ് പേഴ്സണാലിറ്റിക്കാർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ, ചിന്തയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവർക്ക് ബന്ധം വേണ്ട, അങ്ങനെ ഒരു ഒറ്റയ്ക്ക് ഇരിക്കുന്ന മതി. പക്ഷെ സ്കിസോറ്റിപ്പൽ അതെ അതിലൊരു ഹാപ്പിയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു വിവാഹം കഴിച്ച പ്രോബ്ലം ആണല്ലോ. കാരണം പാർട്ട്ണറിന് വേണ്ട ഒരു പാർട്ട്ണർ ഇമോഷണലി നീഡിയും കൂടെ ആണെങ്കിൽ പിന്നെ തീർന്നു. അപ്പൊ അതൊട്ടും കൊടുക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരാൾക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അതെ. അപ്പൊ അതുകൊണ്ട് അതിന് ഹെൽപ്പ് സ്വീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും. ഇത് സ്കിസോറ്റിപ്പൽ എന്ന് പറഞ്ഞ ആ വ്യക്തിത്വത്തിലെ പ്രത്യേകത ഇങ്ങനെയൊക്കെ തന്നെയാണ്. മാജിക്കൽ ആയിട്ടുള്ള തിങ്കിങ് ഉണ്ട്. അപ്പൊ അവർക്ക് ബന്ധം എക്സാമ്പിൾ പറയാൻ പറ്റുമോ? മാജിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോ ഇപ്പൊ ഒരമ്മ പറയാ, ഇന്ന് കൊച്ചിന് എന്തോ ഒരുപാട് കാര്യം സംഭവിക്കുന്ന എനിക്ക് തോന്നി, അതന്നെ സംഭവിച്ചു.
അല്ലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരെല്ലാം ചിരിക്കുന്നത് എന്നെ ഓർത്താ ചിരിക്കുന്നത്, എന്നെ പറ്റി പറഞ്ഞ ഇവർ ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഓടായിട്ടുള്ള ബിലീഫ്സ് മാജിക്കൽ തിങ്കിങ്ങിനകത്ത് വേറെ വരുന്നത്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അല്ലെങ്കിൽ എനിക്ക് അവന്റെ ചിന്തകളും ഇതൊക്കെ പറച്ചിലൊക്കെ കേട്ടപ്പോഴേ എനിക്ക് തോന്നി അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ല, അങ്ങനെയുള്ള ചിന്തകൾ ഞാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അല്ല അവർ പറഞ്ഞതുകൊണ്ട് ഇത് സംഭവിച്ചേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ സ്കിസോട്ടിപ്പൽ ഡിസോർഡറിലാണെങ്കിൽ ചിലപ്പം ചില ആൾക്കാരിലൊക്കെ ഒരു പ്രത്യേക തരം ബിഹേവിയേഴ്സ്, അതായത് സൊസൈറ്റിയോട് ചേരാത്ത വിധത്തിലുള്ള ബിഹേവിയേഴ്സ്, വിചിത്രമായ ചിലത് അല്ലേ? അതെങ്ങനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അതായത് നമ്മൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഓടായിട്ടുള്ളത് അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ളത്. ഉദാഹരണത്തിന് പറഞ്ഞാല് പള്ളികളിലോ ഒക്കെ കാണുന്ന ചില ഇതാകാം അല്ലെ, ചില പ്രത്യേക സ്വരത്തിൽ പാടുന്നു, അല്ലെ നമ്മള് ഓടായിട്ട്, അല്ലെ ചില പ്രത്യേക ജസ്റ്റേഴ്സ് ഒക്കെ കാണിക്കുന്നു അല്ലെ. ചിലപ്പം അറ്റൻഷൻ സീക്കിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കോ? അറ്റൻഷൻ സീക്കിങ് ഓടാകാലോ, അറ്റൻഷൻ സീക്കിങ് ഓഡ് ബിഹേവിയറിൽ വരാലോ, എക്സെൻട്രിക് ആയിട്ട് വിചിത്രമായിട്ടുള്ള ഒരു രീതിയായിട്ട് കാണാം. അപ്പൊ അതെ, സ്കിസോറ്റിപ്പ് പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗം ആകാം. ചിലപ്പം പെട്ടെന്ന് വ്യത്യസ്തമായിട്ടൊരു രീതിയിലുള്ള ഒരു ബിഹേവിയർ കാണിക്കുക ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്. ഇതിനെ നമുക്ക് എങ്ങനെ, ഏതൊക്കെ രീതിയിൽ നമുക്ക് തെറാപ്യൂട്ടിക്കലി അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും സിസ്റ്ററെ? തെറാപ്യൂട്ടിക്കലി ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു പ്രശ്നമാണെന്നുള്ള അവരെ ജഡ്ജ് ചെയ്യാതെ എമ്പതിയോടെ അവരെ കാണുക എന്നുള്ളത് തന്നെയാണ് ആദ്യമായിട്ടുള്ളത്. നമ്മളിപ്പോൾ പലപ്പോഴും നമ്മുടെ കൾച്ചർ തന്നെ അവരെ ഇങ്ങനെ മുദ്ര കുത്തുമല്ലോ, അങ്ങനെയുള്ളവരോട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, അവരെ കുറിച്ച് നമ്മൾ വിമർശിക്കാറുണ്ട്. പക്ഷെ അതെല്ലാം ഹെൽപ്പ് ആവശ്യമുള്ള, ഇപ്പോൾ നമ്മൾ ശാരീരിക രോഗത്തിന്റെ അങ്ങനെയുള്ള ഒരു രോഗമുള്ളവരോട് നമ്മൾ എന്താ ചെയ്യുന്നത്, കരുണ കാണിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഇപ്പം ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരാൾ വന്ന് കൈവരിച്ച് മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നു, അപ്പൊ നമ്മൾ ചിലപ്പം ഭക്തി വിഭ്രമമാണോ എന്താണെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഒരു വ്യക്തിത്വത്തിലുള്ള ഒരു ചെറിയ വൈകല്യം തന്നെ ആകാം. പക്ഷെ അവരോട് നമ്മൾ കരുണ കാട്ടുക എന്ന് പറഞ്ഞാൽ ജഡ്ജ് ചെയ്യാതെ, ഇപ്പൊ നമുക്ക് കുറെ പേർക്കൊക്കെ ചിലപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. നീ സ്വന്തമായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങിനൊക്കെ പതുക്കെ അവരെ ജഡ്ജ് ചെയ്യാതെ, നീ കുറ്റക്കാരനാണ്, നിങ്ങൾക്ക് പ്രശ്നമുള്ളതുകൊണ്ട് കൊണ്ടുവന്നുള്ള രീതിയിലല്ല, ഇപ്പം ചെറിയ രീതിയിലൊക്കെ അവരോടുള്ള ഒരു ബന്ധം വളർത്തിയെടുത്ത് സഹായിക്കാനൊക്കെ പറ്റും. എനിക്ക് തോന്നുന്നു ഓരോ വ്യക്തികളും ആ വൈകല്യങ്ങളെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഞാൻ ബിഹേവ് ചെയ്യുന്നത് ഇപ്പോൾ അല്ലെ, ചിലപ്പോൾ ചിലര് നല്ല ബന്ധമുള്ളവരാണ് ചോദിക്കുമല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയേ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചേട്ടൻ ഇന്നും ഇങ്ങനെ ചെയ്യുന്നേ. അപ്പൊ അത് ചോദിക്കുമ്പം ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ ഈഗോ സിൻറ്റോണിക് ആയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് തോന്നത്തില്ല നമ്മൾ ചെയ്യുന്നത് ഒരു പ്രശ്നമാണ്, എനിക്ക് റീസൺ ഉണ്ട്, ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, എന്റെ സെൻസ് ഓഫ് സെൽഫിൽ അതൊരു പ്രശ്നമേ അല്ല. പക്ഷെ അല്ലാത്തവരിലാണെങ്കിൽ അത് ശരിയാണല്ലോ, ഞാൻ തിരുത്തേണ്ടതാണെന്ന് തോന്നത്തുള്ളൂ. ഇത്തിരി എമ്പതറ്റിക് ആയിട്ട് മറ്റുള്ളവരെ കാണാനും നമ്മുടെ സമൂഹത്തെ മനസ്സിലാക്കാനും ഹെൽപ്പ് കൊടുക്കാനും, ഈ ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യം പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഈ മെന്റൽ ഹെൽത്ത് സ്റ്റിഗ്മ കുറയ്ക്കാനും ഒക്കെ ആ ബേസിക് സ്റ്റെപ്സ് ആണല്ലോ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒരു ഈശോയുടെ മനോഭാവമാണ് നമുക്ക് വേണ്ടത്, ഒരു കമ്പാഷനേറ്റ് ആയിട്ട് എമ്പതറ്റിക് ആയിട്ട് ഈ ഓഡ് ബിഹേവിയേഴ്സും ശരിയാ കൂടെ ജീവിക്കുമ്പോൾ അത് വളരെ വിഷമം ഉള്ളതാണ്, സഹിക്കുക അല്ലെ. അവരെ ഇത് നമ്മളാണല്ലോ അതിന്റെ ഇരയായിത്തീരുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. സഭയാണെങ്കിലും നമുക്ക് സിസ്റ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സൺഡേ സ്കൂൾ അല്ലെങ്കിൽ ചർച്ച് സെറ്റപ്പുകളിലാണെങ്കിലും അവരെ ഇതൊരു വിധിക്കാതെ എമ്പതിയോടെ കണ്ട് കുറച്ചൊക്കെ സഹായിക്കാൻ പറ്റുന്ന ഒരു മനോഭാവമാണല്ലോ ആദ്യം ഉണ്ടാവണ്ടേ. അതെ അതെ അതെ. അപ്പം വിധിക്കാതിരിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സമൂഹത്തിന് മുഴുവനായും ഉണ്ടെന്ന് തോന്നുന്നു. അതെ, അത് ഈശോ കാണിച്ചു തന്നതല്ലേ നമ്മളെ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടും ഈ പിശാച് ബാധിതന്റെ ഒരു മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ആ പിശാച് ബാധിതന്റെ ഒരു ഉപമ നമുക്ക് കാണാൻ പറ്റും. ഈശോ ആ പിശാച് ബാധിതനോട് പെരുമാറിയ രീതി. അപ്പോ ആ പിശാച് ബാധിത സെൽഫ് ഹാം ചെയ്തായിരുന്നു അല്ലേ. അവസാനം ഈശോയുടെ ആ കരുണയും കമ്പാഷനും, അവസാനം ഈശോയോട് തന്നെ ആളുകൾ പറയും ഇവിടുന്ന് പൊക്കോളാൻ.
ആ പന്നി അത്രയും ചത്തുപോയപ്പോഴാണ്. അപ്പോൾ അതുപോലുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാം ഇവരെ സഹായിക്കുമ്പം, എമ്പതിയോടെ കാണുമ്പം, നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് ആയിരിക്കുമ്പോഴൊക്കെ. പക്ഷെ ഈശോ കാണിച്ചു തന്ന ആ ഒരു മാതൃക ഈ മെന്റൽ ഹെൽത്ത് മേഖലയിൽ നമുക്ക് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ഇപ്പോ പാരനോഡ് പേഴ്സണാലിറ്റി ഉള്ള ആളിന്റെ ആ വ്യക്തി നല്ലൊരു വ്യക്തിയാണ്, വ്യക്തിയുടെ ബിഹേവിയറിലെ പ്രോബ്ലം ആണല്ലോ ഇത്. അപ്പൊ വ്യക്തിയെയും ബിഹേവിയറിനെയും രണ്ടായിട്ട് കാണുമ്പോൾ ഇതിലൂടെ നമുക്ക് കരുണയും സ്നേഹവും ഒക്കെ കാണിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന അപ്പന്റെ ആൽക്കഹോളിസത്തെയും അപ്പനെയും രണ്ടായിട്ട് കാണണം. എന്റെ അപ്പൻ ആൽക്കഹോളിക് ആണെങ്കിലും അപ്പന് വേറെ ഒത്തിരി നന്മയുണ്ട്, കരുണയുള്ള സ്നേഹമുള്ള അധ്വാനിക്കുന്ന അപ്പനെന്ന് പറഞ്ഞാൽ അതാ അപ്പന നോട്ട് ഈക്വൽ ടു ആൽക്കഹോൾ. അപ്പൊ അപ്പന്റെ ബിഹേവിയറിനെ രണ്ടായിട്ട് കാണുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റും, കുറച്ചുകൂടെ സ്നേഹിക്കാൻ പറ്റും. പരിക്കേറ്റതാണ്, ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളവരെല്ലാം പരിക്കേറ്റവരാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എമ്പതി കാണിക്കാൻ പറ്റും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും, അവർക്ക് ഹെൽപ്പ് ഏത് രീതി കൊടുക്കണമെന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ. ഈ സമൂഹത്തിൽ ഒരു എമ്പതിയുടെ ഒരു വലിയൊരു കുറവുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ സിസ്റ്റർ? ഇപ്പൊ കൗൺസിലിംഗ് സെഷൻസിലൊക്കെ ഒത്തിരി കൗൺസിലിംഗ് ഒക്കെ എടുക്കുന്ന ആളാണ്. അപ്പൊ ഞാനും ഒരു കൗൺസിലറാണ്. അപ്പോ ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് പലപ്പോഴും ഈ എമ്പതി എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്, ശരിക്കും പറഞ്ഞ ഒരു കൗൺസിലറുടെ സ്കില്ലും കൂടിയാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു കുറവ് ഇന്നത്തെ സമൂഹത്തിൽ കാണാറുണ്ടോ? എമ്പതി എന്ന് പറയുമ്പോൾ സിമ്പതി അല്ലല്ലോ. സിമ്പതി എന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെ പറ്റിയോ എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുള്ളൂ. അതിനെ കുറിച്ചൊരു ക്ലാരിറ്റി നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ തോന്നുന്നു. ഓക്കെ. എമ്പതി എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ഇൻ ടു അതേഴ്സ് ഷൂസ് എന്നാണ് അല്ലേ? മറ്റുള്ളവരുടെ ആംഗിളിൽ നിന്നുകൊണ്ട് അവരായിരിക്കുന്ന പോലെ അവരെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അത് ഈശോയാണ് അതിന് ഏറ്റവും വലിയൊരു മാതൃക അല്ലേ? കമ്പാഷനേറ്റ് ആയിട്ട് എമ്പതിയോടെ ആ വ്യക്തിയെ ആയിരിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കുക. അത് പക്ഷെ എമ്പതി എന്ന് പറയുന്നത് മറ്റുള്ളവന്റെ പെയിൻ അബ്സോർബ് ചെയ്തുകൊണ്ടുള്ളതല്ല. ഇപ്പം ക്ലിന്റിനെ ഞാൻ കൗൺസിലിങ്ങിന് കേൾക്കുമ്പോൾ ക്ലിന്റ് പറയുന്ന എല്ലാ വേദനകളും ഞാൻ അബ്സോർബ് ചെയ്തെടുത്താൽ ഞാനും ആ വേദന സഹിക്കും. അതല്ല എമ്പതി. അതിനേക്കാൾ ഉപരിയായിട്ട് ക്ലിന്റിന്റെ ആംഗിളിൽ നിന്ന് ക്ലിന്റ് അനുഭവിക്കുന്ന ആ വേദനയെ മനസ്സിലാക്കി കരുണയോടെ പെരുമാറി വാലിഡേറ്റ് ചെയ്യുക, ബഹുമാനത്തോടെ ആ വേദനകൾ റിയൽ ആണെന്ന് മനസ്സിലാക്കി ഒരു കേൾക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ എമ്പതി. സിസ്റ്ററെ, നമ്മൾ ഈ ഒരു ക്ലസ്റ്റർ എ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലേക്ക് വരുമ്പോഴത്തേനും ഈ 3 ടൈപ്സിലും പാരനോയിഡ് ആയിക്കോട്ടെ, സ്കിസോയിഡ് ആയിക്കോട്ടെ, സ്കിസോട്ടിപ്പിൾ ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു എമ്പതിയുടെ ഒരു ആവശ്യം വളരെ കൂടുതലായിട്ട് നമ്മൾ കണ്ടു. ഇത് ഏത് രീതിയിൽ നമുക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? ശരീരത്തിന്റെ രോഗത്തിന്റെ ഒക്കെ കാര്യത്തിൽ നമുക്കത് വരുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള രോഗങ്ങൾ കാണുമ്പോൾ അല്ലെ വിചിത്രമായ സ്വഭാവ രീതികൾ, സംശയം, വിശ്വസിക്കാൻ പറ്റാത്തത്, ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എക്സെൻട്രിക് അല്ലെ വിചിത്രമായ നമ്മൾ പറഞ്ഞതുപോലെയുള്ള സ്വഭാവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അവരോട് എമ്പതി കാണിക്കുവാണെങ്കിൽ നമുക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പിന് നമുക്ക് സഹായിക്കാൻ പറ്റും, വിധിക്കാതിരിക്കാൻ പറ്റും, ഒരു സ്നേഹവും കരുണയൊക്കെ കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഓടായിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കുവാണെങ്കിൽ, നമ്മൾ സ്കിസോറ്റിപ്പലിൻ്റെ അകത്ത് പറഞ്ഞതുപോലെ കാണിക്കുവാണെങ്കിൽ നമുക്ക് വരുന്നത് ഷെയിമാണ്. കുട്ടികൾക്ക് ഷെയിം വരാം, ഭാര്യയ്ക്ക് ഷെയിം വരാം, അല്ലെങ്കിൽ ഭർത്താവിന് ഷെയിം വരാം അല്ലേ? പബ്ലിക്കിലൊക്കെ ആണെങ്കിൽ അല്ലെ ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള രീതിയിൽ ചർച്ചിന്റെ സെറ്റിങ്സിലൊക്കെ അങ്ങനെ ഓഡ് ബിഹേവിയേഴ്സ് കാണിച്ചാൽ ഷെയിം ഒക്കെ ഉണ്ടാവാറ്. അപ്പൊ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുക, ജഡ്ജ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ വീട്ടിൽ വരുന്നത്. അത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിലൊക്കെ ഒരു ഡിസോർഡർ, എവിടെയോ ഒരു വേദനിച്ച മുറിഞ്ഞ ഒരാളിൻ്റെ ഒരു എക്സ്പ്രഷൻ ആണ് അത്. അതൊരു സഹായം കൊടുക്കേണ്ടതാണ്. എൻ്റെ മദർ അല്ലെ ഫാദർ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ ഇങ്ങനെ ലേബൽ ഇങ്ങനെ ചെയ്യുന്നതിന് പുറകിൽ ഒരു സൗഖ്യം വേണ്ട ആവശ്യമുള്ള ഒരു മേഖല ഉണ്ടെന്നുള്ളിടത്താണല്ലോ നമുക്കൊരു എമ്പതി വരുന്നത് അല്ലെ? നമുക്കതിന് സൗഖ്യം വേണമെന്നുള്ളൊരു തോന്നലും ഹെൽപ്പ് സീക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യവും എല്ലാവർക്കും അതാണല്ലോ ഒരു തുറവിയ ഉള്ളത്. അതിലുപരിയായിട്ട് നമ്മൾ ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈശോയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുക. അത് നമ്മൾ അവിടെ നമുക്ക് വെറുപ്പും ക്ഷമിക്കാത്ത അവസ്ഥ, വഴക്ക്, ഇതൊന്നും ദൈവികമല്ലല്ലോ. അത് ഗലാത്യക്കാരുടെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, കരുണ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ് ഗലാത്യ ലേഖനം 5ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണല്ലോ ഒരു വ്യക്തിത്വത്തിന്റെ രൂപീകരണത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണല്ലോ നമ്മുടെ വ്യക്തിത്വത്തെ നയിക്കുന്നത്, നമ്മുടെ തിരിച്ചറിവുകൾക്ക് സഹായിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വം രൂപപ്പെടാനായിട്ട് ദൈവമായിട്ടുള്ള ഒരു നല്ല ബന്ധം ഏറ്റവും അത്യാവശ്യമാണ്.
നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് ഇന്ന് സമൂഹത്തിലുള്ളത്, അതിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ വിലയിരുത്താനായിട്ട് നമ്മുടെ തലമുറയ്ക്ക് പറ്റണം. ഒരു സയന്റിഫിക് ആയിട്ട് മനസ്സിലാക്കാനായിട്ട്, അതിനെ അങ്ങനെ കാണാനായിട്ട്. അല്ലെ അതൊരു സിസ്റ്റം രോഗമായിട്ട് മാറും, സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറും. എല്ലാവരും അങ്ങനെ ബിലീവ് ചെയ്യുമ്പോൾ നമ്മുടെ ബിലീഫ്സ്, കോർ ബിലീഫ്സിൽ തന്നെ മാറ്റം വരുമല്ലേ. ഇങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആ ഈവിളായി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുക. പക്ഷെ അതിലുപരിയായിട്ട് വചനം പറഞ്ഞിരിക്കുന്നത് എന്നതാ, നമ്മൾ അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുമ്പം യാക്കോബിന്, ഇസ്രായേലിന് ശുദ്രവിധി ഏൽക്കുക, യാക്കോബിന് ആഭിചാരം ഏൽക്കുകയല്ല. ഇത് നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കെതിരെ ആരെങ്കിലും എന്ത് ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കത്തില്ലല്ലോ. സ്പിരിച്വൽ ആൻഡ് സൈക്കോളജിക്കൽ ഹെൽപ്പ് ഒരുമിച്ച് കിട്ടിക്കഴിയുമ്പോൾ ഇതിന് ഒത്തിരിയേറെ റിക്കവറി ഉണ്ടാവുന്നു. തീർച്ചയായിട്ടും. പറഞ്ഞു വരികയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണല്ലേ സിസ്റ്റർ ഏറ്റവും. അതെ അതെ, ഇത് ഇങ്ങനെ ഒരു വ്യക്തിത്വ വൈകല്യങ്ങളാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണകൾ മാറ്റാൻ പറ്റും, നമ്മുടെ വെറുപ്പും വിദ്വേഷവും കുറയ്ക്കാൻ പറ്റും, ഒരു ദൈവിക ചൈതന്യത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റുമല്ലേ. നമുക്ക് വിധിക്കാതിരിക്കാൻ പറ്റും, കരുണ കാണിക്കാൻ പറ്റും. ഇപ്പം ഇത് വ്യക്തിനെയും സമൂഹത്തിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതെ അതെ അതെ. കാരണം ഒറ്റയ്ക്ക് ഇപ്പം വേറെ ഏത് അസുഖമാണെങ്കിലും, ഒരു ഡിപ്രഷൻ ആണെങ്കിലും അത് ഇൻഡിവിജ്വൽ ആണ്. അതെ അല്ലേ. പക്ഷെ ഈ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ലൈക്ക് ഇത് മൊത്തത്തില് ഒരുപോലെ എല്ലാ ഫംഗ്ഷനിങ്ങിനെ ഒരുപോലെ ബാധിക്കും, എല്ലാ സിസ്റ്റത്തെ, ഫാമിലി സിസ്റ്റം, നമ്മൾ വർക്ക് ചെയ്യുന്ന സംവിധാനത്തെ, നമ്മുടെ ചർച്ചിനെ, കമ്മ്യൂണിറ്റി എല്ലാം ബാധിക്കും. അപ്പൊ അത് നമ്മളുടെ വിശ്വാസത്തെയും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലൈഫിനെയും എല്ലാം ബാധിക്കുവാണല്ലോ. അപ്പൊ അത് തിരിച്ചറിവും കമ്പാഷനേറ്റ് ആയിട്ട് അതിനെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ളതും എക്സ്പേർട്ടിന്റെ ഹെൽപ്പും എല്ലാം ആവശ്യമാണ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങളെ കുറിച്ച്, അതിന്റെ ക്ലസ്റ്റർ എ ടൈപ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, മനസ്സിലാക്കിയത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാം. എല്ലാവർക്കും നന്ദി.